ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങ എലിശ്ശേരി. ഇനി നമുക്ക് അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, തിരുമിയ തേങ്ങ, മഞ്ഞപ്പൊടി, പെരിഞ്ചീരകം, ഇത് ഇത്രയും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. മത്തങ്ങയൊക്കെ നല്ലതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അത് നമുക്ക് പാകം ചെയ്യാനുള്ള മൺചട്ടിയിലേക്ക് ഇടുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് വേവാനുള്ള വെള്ളവും ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. കഷ്ണമൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിരിക്കുകയാണ്, കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങയും കൂടിയാണ് വറുത്തിടുന്നത്. അപ്പോഴാണ് കറക്റ്റ് എരിശ്ശേരി ആവുന്നത്. കടുക് പൊട്ടിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കുക. ഇനി തിരുമിയ തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയും കൂടി ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ. ഒരു പ്രത്യേകതര ടേസ്റ്റ് ആണ് മത്തങ്ങ എരിശ്ശേരി. എല്ലാ സദ്യകൾക്കായാലും എന്തിന്റെയും കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണിത്. വറുത്ത തേങ്ങ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ എലിശ്ശേരിക്കകത്തോട്ട് വറുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പൊ നമ്മുടെ മത്തങ്ങ എലിശ്ശേരിയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ ബെല്ലൈക്കൺ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.